ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ മോഡൽ എക്സാം ആണ്. ക്ലാസ് 9 മലയാളം 1 കേരള പാഠാവലിയുടെ ഹാഫ് ഇയർലി മോഡൽ എക്സാം, സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരുന്ന ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസും അതിനുശേഷം ആൻസർ കീയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ എഴുതിയതിന് ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ മലയാളം 1 കേരള പാഠാവലി. അപ്പോൾ ആദ്യ ചോദ്യം വരുന്നത്, അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതു. അടിവരയിട്ട പദത്തിൽ തെളിയുന്ന ഭാവം. ഓപ്ഷൻസ് ഉണ്ട്: ഭയം, കരുണം, അത്ഭുതം, ഹാസ്യം. അത്ഭുതം എന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ ഒറ്റച്ചാൽ എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസൂചന. ഈ സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആണ്: ഒരുമയില്ലായ്മ, സംഘബോധം, വ്യക്തിബോധം, താല്പര്യമില്ലായ്മ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പുഴയുടെ തോറ്റത്തിൽ അതിൻ്റെ വികാര വിചാരങ്ങളെല്ലാം വിജയിച്ചിരിക്കുന്നു. വികാര വിചാരങ്ങൾ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തി എഴുതുക. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: വികാരങ്ങളുടെ വികാരം, വികാരത്തിൻ്റെ വിചാരം, വികാരത്തിനെ കുറിച്ചുള്ള വിചാരം, വികാരവും വിചാരവും. നാലാമത്തെ ചോദ്യം, വാസരാന്തത്തിൽ കതിർകളിൽ നിന്നല്ലി ബാസുരമാകും ഉഷസ്സിൻ്റെ ഉത്ഭവം. വാസരം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥമാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആണ്: പകൽ, ആഴ്ച, അവസരം, വൈരം. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, ഇവിടെ തന്നിരിക്കുന്ന സാഹിത്യകൃതികളിൽ നിന്നും ആത്മകഥാരചന കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ്: യേശുദേവൻ, കഴിഞ്ഞ കാലം, നവഭാരത ശില്പികൾ, മഹാത്മാ. അപ്പോൾ ആദ്യമേ 5 ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുക. ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഇത് എഴുതിയാൽ നിങ്ങൾക്ക് ലഭിക്കുക. അടുത്ത ചോദ്യം വരുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല എന്ന് ലേഖകൻ വിലയിരുത്തുന്നതിനുള്ള 2 സൂചനകൾ എഴുതുക. 7. വീട്ടിലെപ്പോഴും അടച്ചിടാറുള്ള പിന്മുറി തുറന്നപ്പോൾ മാധവന്റെ മനസ്സിൽ ഉണർന്ന ചിന്തകൾ എന്തെല്ലാം. 8. അരുവിപ്പുറം ആഘോഷവേളയിൽ ഗുരുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഗുരുവിന്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്താവാം. ആരാണ് ഗുരു? ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. അടുത്ത ചോദ്യം 9ാമത്തെ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുകയാണ്. നമുക്ക് ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിതയുടെ കുറച്ച് വരികളും ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതത്തിലെ വരികളുമാണ് തന്നിരിക്കുന്നത്. അതൊന്ന് വായിക്കാം. സ്വന്തം മാറാത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എങ്കിലുമേറെ കാമ്യം പണമേ തുച്ഛന്നതു കൈ വന്നോട്ടെ. അടുത്തത്, പുതിയ കഥ എഴുതുന്നു വസുതയുടെ മക്കളിവർ, വസുതയുടെ വസ്ത്രം ഉരിയുന്നു വിപണികളിലവ വിറ്റുമോന്തുന്നു, വിടനഗര മഴമുനകൾ കേളി തുടരുന്നു. ഇത് ഭൂമിക്കൊരു ചരമഗീതമാണ്. അപ്പോൾ ഈ 2 കവിതാ ഭാഗങ്ങളും താരതമ്യം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കുക. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. നമുക്ക് നോക്കാം. കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായി ഇരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ, മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും, കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയെ വേറിട്ട അനുഭവമാക്കുന്നത് വാങ്മയ ചിത്രങ്ങളാണ്. സമർത്ഥിക്കുക. 11ാമത്തെ ചോദ്യം, ഉപജീവനത്തിന് മാത്രം ജോലി ചെയ്യുന്നവർ സമൂഹത്തോടുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരാണ്. KP കേശവമേനോന്റെ ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഇനി 12ാമത്തെ ചോദ്യമാണ്. അധികം പേരും ജോലി ചെയ്യുന്നത് അതിലുള്ള ഇഷ്ടമോ താല്പര്യമോ കൊണ്ടല്ല, ഉപജീവനത്തിന് കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് മാത്രമാണ്. ഒരു ജോലിയും ചെയ്യാതെ സുഖലോലുപരായിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ലോകത്തിൽ വലിയ കാര്യങ്ങൾ നേടിയവരെല്ലാം അധ്വാനശീലരാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നോക്കുക. തൊഴിൽ നിർമ്മാണാത്മകവും സമൂഹത്തിന് ഉപകരിക്കുന്നതുമാവണം. നൽകിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് തൊഴിലും തൊഴിലിന്റെ മഹത്വം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അടുത്തത് 13ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഇത് 17 അല്ല.
ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനു സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണിവ. സൂചനകൾ വിശകലനം ചെയ്തും പാഠാശയം ഉൾക്കൊണ്ടും ഗുരു സന്ദേശത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ 13 ചോദ്യങ്ങളും വായിച്ചു കഴിഞ്ഞു. ഇനി ഈ 13 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആൻസറുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ആ ഭാഗം നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആൻസറാണ്. ആദ്യത്തെ ആൻസർ വരുന്നത് അത്ഭുതം, രണ്ടാമത്തെ ആൻസർ സംഘബോധം, മൂന്നാമത്തെ ആൻസർ വികാരവും വിചാരവും, 4 പകൽ, 5 കഴിഞ്ഞ കാലം. ആറാമത്തെ ചോദ്യം ബഷീറിന്റെ അതാണ്. നമുക്ക് നോക്കാം. പാത്തുമ്മയുടെ ആടയിലെ ക്വസ്റ്റ്യൻസ് ആണ്. 6 കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരാണ്. ബഷീറിന്റെ വീട്ടിലെ സത്യമായ കഥ. ഏഴാമത്തതിന്റെ ആൻസർ ആണ് മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചു. സ്മരണ എന്ന പരിചയക്കേടിലേക്ക് താൻ മാറി എന്ന തിരിച്ചറിവ്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവം കാണാൻ എത്തിയ തൊഴിലാളികളെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റിയിരുത്തി. ഗുരു സന്ദേശത്തിന്റെ പൊരുൾ അനുയായികൾ പോലും ഉൾക്കൊണ്ടില്ലല്ലോ എന്ന ദുഃഖം. ഇതുകൊണ്ടാണ് ഗുരുവിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഒഴുകുന്നത് കേട്ടോ കണ്ണുനീർ. ഇനി 9ാമത്തെ 2 പോയം തന്നിട്ടുണ്ടല്ലോ, കവിതകൾ. അതിനെ നമ്മൾ കമ്പയർ ചെയ്ത് താരതമ്യക്കുറിപ്പാണ്. ഇടശ്ശേരിയുടെ വരികൾ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ആദരവും സ്നേഹവുമാണ് കാണിക്കുന്നത്. സ്വന്തം അമ്മയുടെ മാറത്ത് തീക്കനൽ വീഴുന്നതിനേക്കാൾ ഭേദം പണം കിട്ടുന്നതാണെന്ന് പറയുന്നത് പണത്തോടുള്ള ആർത്തി കാരണം മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് മനുഷ്യന്റെ സ്വാർത്ഥതയെയും പ്രകൃതി ചൂഷണത്തെയും വിമർശിക്കുന്നു. ONV കുറുപ്പിന്റെ വരികൾ പ്രകൃതിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള കവിയുടെ ആശങ്കയാണ് വ്യക്തമാക്കുന്നത്. മനുഷ്യൻ ഭൂമിയുടെ മക്കളായിരുന്നിട്ടും പുതിയ കഥകൾ എഴുതിക്കൊണ്ട് ഭൂമിയുടെ വസ്ത്രങ്ങൾ ഉരിയുകയും വിപണികളിൽ വിൽക്കുകയും ചെയ്യുന്നു. ഇത് ആധുനിക മനുഷ്യൻ പ്രകൃതിയെ വെറും കച്ചവട ചരകാക്കി മാറ്റുന്നതിനെയും അതിലൂടെ പ്രകൃതി നേരിടുന്ന ഭീഷണികളെയും തുറന്നുകാട്ടുന്നു. വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു എന്നത് പ്രകൃതിയുടെ നാശം തുടരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. 2 കവിതകളും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതിയതാണെങ്കിലും അവയുടെ പ്രധാന ആശയം ഒന്നു തന്നെയാണ്. മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയും ചൂഷണവും. ഇടശ്ശേരി പണത്തോടുള്ള ആർത്തിയാണ് പ്രകൃതിനാശത്തിന് കാരണമെന്ന് പറയുമ്പോൾ ONV ആധുനിക മനുഷ്യന്റെ ചൂഷണത്തെ പൊതുവായി വിമർശിക്കുന്നു. 2 കവികളും പ്രകൃതിയെ അമ്മയായി സങ്കല്പിച്ച് അമ്മയോടുള്ള മക്കളുടെ ക്രൂരതയാണ് വരച്ചുകാട്ടുന്നത്. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് വീടിന്റെ ഇറയത്ത് കുളിച്ച് വൃത്തിയായി വസ്ത്രമണിഞ്ഞ് മാതാപിതാക്കളെ കാത്തിരിക്കുന്ന കറുത്ത നിറമാർന്ന കുഞ്ഞുങ്ങളുടെ ചിത്രം. എണ്ണയും അവശിഷ്ടവും നീക്കി വെയിലെത്തിയിരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന പാത്രങ്ങളുടെ ചിത്രം. ഇതെല്ലാം വാങ്മയ ചിത്രങ്ങളാണ് കേട്ടോ. 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് സ്വാഭിപ്രായക്കുറിപ്പാണ്. യോജിക്കുന്നു. KP കേശവമേനോന്റെ നിരീക്ഷണത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. ഉപജീവനത്തിന് വേണ്ടി മാത്രമായി ജോലി ചെയ്യുന്നവർ സമൂഹത്തോടുള്ള തങ്ങളുടെ കടമകളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നവരാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും ഓരോ വ്യക്തിക്കും പങ്കുണ്ട്. ജോലി എന്നത് വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം സമൂഹത്തിന് സംഭാവന നൽകാനുള്ള അവസരം കൂടിയാണ്. സ്വന്തം ആവശ്യങ്ങൾക്കപ്പുറം സമൂഹത്തിന്റെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ജോലിയുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയപ്പെടുന്നത്. ഓരോരുത്തരും തങ്ങളുടെ കഴിവിനനുസരിച്ച് സമൂഹത്തിനായി പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കൂ. ഈ ഉത്തരവാദിത്തം മറക്കുന്നത് സാമൂഹികമായ അധപ്പതനത്തിലേക്ക് നയിച്ചേക്കാം. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തൊഴിലും തൊഴിലിന്റെ മാഹാത്മ്യം എന്ന വിഷയത്തിൽ ഉപന്യാസമാണ്. ഇത് വേണ്ട കേട്ടോ, ഹെഡിങ് ആണ് അത്. ഓക്കെ, ഇവിടെ മുതലാണ് കേട്ടോ. അധികം പേരും ജോലി ചെയ്യുന്നത് അതിലുള്ള ഇഷ്ടമോ താല്പര്യമോ കൊണ്ടല്ല, ഉപജീവനത്തിന് കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് മാത്രമാണ്. ജീവിക്കാൻ പണം ആവശ്യമാണ്. അതിനായി ജോലി ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു ജോലിയും ചെയ്യാതെ സുഖലോലുപരായിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. അധ്വാനമില്ലാതെ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ ശാശ്വതമല്ല. അത് വ്യക്തിയുടെ വളർച്ചയെ തടയുകയും സമൂഹത്തിന് ഒരു സംഭാവനയും നൽകാതിരിക്കുകയും ചെയ്യുന്നു. മറിച്ച് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്.
ലോകത്തിൽ വലിയ കാര്യങ്ങൾ നേടിയവരെല്ലാം അധ്വാനശീലരാണ്. ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, സംരംഭകർ തുടങ്ങി സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നവരെല്ലാം തങ്ങളുടെ തൊഴിലിനെ സ്നേഹിക്കുകയും അതിനായി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തവരാണ്. അവരുടെ വിജയം അധ്വാനത്തിന്റെ ഫലമാണ്. തൊഴിൽ നിർമ്മാണാത്മകവും സമൂഹത്തിന് ഉപകരിക്കുന്നതുമാവണം. വെറുതെ ജോലി ചെയ്യുക എന്നതിലുപരി ചെയ്യുന്ന ജോലി സമൂഹത്തിന് ഗുണം ചെയ്യുന്നതാവണം. ഓരോ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഒരു ഡോക്ടറുടെ സേവനം പോലെ തന്നെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ സേവനവും സമൂഹത്തിന് അനിവാര്യമാണ്. ചുരുക്കത്തിൽ, തൊഴിൽ എന്നത് ഉപജീവനത്തിനുള്ള മാർഗം മാത്രമല്ല, വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഓരോരുത്തരും തങ്ങളുടെ തൊഴിലിനെ ആത്മാർത്ഥതയോടെ സമീപിക്കുകയും അതിലൂടെ സമൂഹത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്യുമ്പോൾ തൊഴിലിൻ്റെ യഥാർത്ഥ മഹത്വം തിരിച്ചറിയപ്പെടുന്നു. ഇനി നമുക്ക് പ്രഭാഷണമാണ്. ഇത് 13ാമത്തതിൻ്റെ ആൻസർ ആണ് കേട്ടോ. 17 അല്ല, 13 പ്രഭാഷണം തയ്യാറാക്കുക. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിദ്യാർത്ഥികളായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിവേചനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക് കൂടുതൽ പ്രസക്തമാകുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന ഗുരുവിൻ്റെ വാക്കുകൾ സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൻ്റെ ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ മറ്റൊരു പ്രധാന സന്ദേശമായ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നത് അജ്ഞതയിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള ആഹ്വാനമാണ്. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ മാത്രമേ നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനും അനാചാരങ്ങളെ ചോദ്യം ചെയ്യാനും സാധിക്കുകയുള്ളൂ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയെ അപരനു സുഖത്തിനായി വരേണം എന്ന തത്വം സ്വാർത്ഥത ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓരോരുത്തരും തൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഗുരുദേവന്റെ ഈ സന്ദേശങ്ങൾ കാലാതീതമാണ്. അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നതാണ് നാം അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ്. നമുക്ക് ഒരുമിച്ച് ഗുരുവിൻ്റെ ആദർശനങ്ങളെ നെഞ്ചിലേറ്റി സമത്വവും സാഹോദര്യവുമുള്ള ഒരു പുതിയ കേരളം, ഒരു പുതിയ ലോകം പടുത്തുയർത്താം. നന്ദി. ഇതൊരു പ്രഭാഷണമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാ സബ്ജക്റ്റിൻ്റെയും മോഡൽ എക്സാമുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ക്ലാസ് 9 എന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ മോഡൽ എക്സാം ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ക്ലാസ് 9 മോഡൽ എക്സാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മോഡൽ എക്സാമുകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.